യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാ തരത്തിലുള്ള ഊർജം പ്രദാനം ചെയ്യുന്നതും സൂര്യനാണ്. എന്നാൽ സൂര്യൻ ഒന്നിലും നേരിട്ടിടപെടുന്നതായി നമുക്ക് തോന്നാറില്ല. സൂര്യൻ ഉണ്ടെങ്കിലേ ഈ ഭൂമിയിൽ പരസ്പരം കാണാൻ തന്നെ സാധിക്കുകയുള്ളൂ. ഇതുപോലെയാണ് ഈശ്വരനും. ഈശ്വരൻ നമ്മുടെ എല്ലാവരുടെയും ഓരോ കർമ്മത്തിൻ്റെയും സാക്ഷിയും അതിൻ്റെ ഫലം തരുന്ന ആളുമാണ്. എന്നാൽ കർമ്മം നമ്മൾ മനുഷ്യരാണ് ചെയ്യുന്നത്. അപ്പോൾ ഫലം നല്ലതാവണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ മാറ്റം വരുത്തുക എന്നത് മാത്രമാണ് മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശ്വരന് ആ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓരോ കർമ്മത്തിനും അതിനനുസരിച്ച ഫലം യാതൊരുവിധ പക്ഷാഭേദവും ഇല്ലാതെ എല്ലാവർക്കും വിതരണം ചെയ്യുക മാത്രമാണ് ഈശ്വരൻ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഈ ഭൂമി നമുക്ക് കർമ്മം ചെയ്യാൻ തന്ന വിളനിലമാണ്. ഇവിടെ ഏത് തരം കർമ്മത്തിൻ്റെ വിത്ത് വിതയ്ക്കണമെന്നും എങ്ങനെ പരിപാലിക്കണമെന്നും എങ്ങനെ അതിനെ രൂപപ്പെടുത്തി എടുക്കണമെന്നും എല്ലാം നാം തന്നെയാണ് തീരുമാനിക്കുന്നത്. അവനവൻ വിതയ്ക്കുന്നതിന് അനുസരിച്ച് അവനവന് കൊയ്തെടുക്കാൻ സാധിക്കും. അതിനാൽ തന്നെ തിന്മയുടെ വിത്തിറക്കി നന്മയുടെ വിളവെടുപ്പ് നടത്താമെന്ന് ചിന്തിക്കരുത്. അതുപോലെ തന്നെ നന്മയുടെ കർമ്മം മാത്രം ചെയ്തിട്ടും തിന്മയുടെ ഫലമാണ് കിട്ടുന്നതെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത തിന്മയുടെ വിത്തുകൾ നമ്മുടെ നിലത്ത് ബാക്കി കിടക്കുന്നുണ്ടെന്നും അത് പൂർണ്ണമായും തീരുന്നത് വരെ നന്മയുടെ വിത്തുകൾക്ക് അവയ്ക്കുമേൽ മേൽക്കോയ്മ കിട്ടുകയില്ല എന്നതുമാണ്. തിന്മയുടെ ഫലം തീരുന്നത് വരെ നമ്മൾ നന്മകൾ ചെയ്തുകൊണ്ട് കാത്തിരിക്കുക തന്നെ വേണം. അതേ ന്യായം തന്നെയാണ് തിന്മകൾ മാത്രം ചെയ്യുന്നവർ നല്ല ഫലം അനുഭവിക്കുന്നതിനെ പറ്റിയും പറയാനുള്ളത്. കഴിഞ്ഞ ജന്മങ്ങളിൽ അവർ ചെയ്ത നന്മയുടെ ഫലങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന തിന്മയേക്കാൾ കൂടുതലാവുന്ന സമയം വരെ അവർക്ക് നന്മകൾ തന്നെ കിട്ടിത്തുടങ്ങും. എന്നാൽ നന്മകൾക്ക് മേൽ തിന്മകളായി തുടങ്ങുമ്പോൾ സാവധാനം അവരുടെ പതനം ആരംഭിക്കും. അപ്പോൾ അവരുടെ രക്ഷയ്ക്ക് ഒന്നും കൂടെ ഇല്ലാതായി മാറും.